ഹലോ ഗെയ്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് പഠിപ്പിക്കാനാണ്. എന്ന് പറയുമ്പോൾ ഗെയ്സ്, വോക്ക് ബാൻഡ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പിൽ നമുക്ക് എക്കോ വെച്ച് ഒത്തിരി മ്യൂസിക്കും ബിജിഎംസുകളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിളായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ. ഇതുപോലെ നമുക്ക് ഈസിയായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ വോക്ക് ബാൻഡ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ഗൈസ് നമുക്ക് ഇത്ര ഓപ്ഷൻസുകൾ കാണും. അതിനകത്ത് മൾട്ടി ട്രാക്ക് സൈഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യുമോ. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂ സോങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു സോങ്ങിന് പേര് നമുക്ക് വേണേ കൊടുത്താൽ മതി. അതുകൊണ്ട് നിങ്ങൾ സിഗ്നേച്ചറിന് അവിടെ നിങ്ങൾ 6/8 എന്ന് കൊടുക്കുക. അതിൻ്റെ മെഷറിൽ 30 കൊടുക്കുക. കേസ് നമുക്ക് എത്ര മിനിറ്റ് നമ്മുടെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഓടുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് അത് കൊടുക്കുന്നത്. അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ സൈഡിൽ ഒരു പ്ലസ് കൊടുത്തൊരു സിമ്പിളാണ്. അതിനകത്ത് ഇഷ്ടംപോലെ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ കീബോർഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സൈഡിൽ കാണുന്ന കീബോർഡിൽ നമുക്ക് ഇഷ്ടംപോലെ കീബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇഷ്ടംപോലെ ടൂൺസുകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് വായിക്കാൻ പറ്റും. നമുക്ക് മെയിനായിട്ട് കേസ് ആ മേളിൽ കാണുന്ന FX എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ടൂണുകളൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി ആ FX എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എക്കോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ആക്കിയിട്ട് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിടണം. ഫുള്ള് നിങ്ങൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഗെയ്സ്, എന്നിട്ട് അവിടെ താഴെ കാണുന്ന ഡ്രൈ വീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ, അത് ഞാൻ ഈ കാണുന്ന പോലെ ഇത്രയും പോയിലേക്ക് മാറ്റുക. പിന്നെ ഇൻറ്റൻസിറ്റിയും കൂടെ ഫുള്ളാക്കി ഇടുക. അങ്ങനെ എല്ലാം ഫുള്ളാക്കി ഇട്ട് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൂണുകളൊക്കെ ഈസി ആയിട്ട് വെക്കാൻ പറ്റും. ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തൊരു മ്യൂസിക്കാണ്. ശരിക്കും നമുക്ക് ഇതുപോലെ എക്കോ വെച്ചിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ഉള്ള ബീജിംസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്കോ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് 7K സബ്സ്ക്രൈബർ അല്ലെങ്കിൽ നമ്മൾ ഫൈനലി എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ട്, നമുക്ക് 8K സബ്സ്ക്രൈബറിലും എത്താൻ പറ്റും. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ കാണാതിരിക്കും. ബൈ.